കിച്ചൺ ഓർഗനൈസേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓരോ സ്പേസും നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. അതുപോലെ നിങ്ങൾ കിച്ചണിൽ ചിലവഴിക്കുന്ന സമയം വളരെ കംഫർട്ടബിൾ ആൻഡ് ഈസി ആയിരിക്കും. നിങ്ങൾ പുതിയതായിട്ട് വീട് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ഏതൊക്കെ ഓർഗനൈസേഴ്സ് ആണ് കിച്ചണിൽ മിനിമം വെക്കണ്ടേ എന്ന് നമുക്ക് നോക്കിയാലോ. ഒന്നാമതാണ് ടാൻഡം ഡ്രോസ്. അതിൽ വരുന്നതാണ് ഈ കട്ട്ലറി ഡ്രോവർ. ഇതിൽ നമ്മുടെ സ്പാച്ചുലയും സ്പൂൺസും എല്ലാം വെക്കാവുന്നതാണ്. രണ്ടാമത് കൊടുക്കേണ്ടതാണ് ചെറിയ പാത്രങ്ങൾ വെക്കാൻ പറ്റിയ ടാൻഡം ഡ്രോസ്. മൂന്നാമത് വലിയ പാത്രങ്ങൾ വെക്കാൻ പറ്റിയ 2 or 3 ടാൻഡം ഡ്രോസ് കൊടുക്കാവുന്നതാണ്. നാലാമത്താണ് താലി ഡ്രോസ്. ഇതിൽ നിങ്ങളുടെ പ്ലേറ്റുകളെല്ലാം നിങ്ങൾക്ക് വളരെ ഭംഗിയായിട്ട് ഓർഗനൈസ് ചെയ്ത് വെക്കാൻ പറ്റും. അതിനോടൊപ്പം തന്നെ നിങ്ങൾക്കൊരു ബോട്ടിൽ അല്ലെ സ്പൈസ് പുൾ ഔട്ട് ഉണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് കുക്കിങ്ങിൻ്റെ സമയത്ത് ഈ സ്പൈസസ് ഒക്കെ എളുപ്പം എടുത്ത് യൂസ് ചെയ്യാൻ പറ്റും. എപ്പോഴും അത് ഹുഡൻ ഹോബിൻ്റെ സൈഡിൽ തന്നെ വെക്കുന്നതായിരിക്കും നല്ലത്. രണ്ടാമത്താണ് GTPT. നിങ്ങൾ പാത്രമെല്ലാം വാഷ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഡ്രെയിൻ ആകാൻ വേണ്ടി ഇങ്ങനെ വെക്കാവുന്നതാണ്. ഇതാകുമ്പം വെള്ളം എല്ലാം ഇതിലേക്ക് വീഴുകയും ചെയ്യും. അത് നിങ്ങൾക്ക് ഈസി ആയിട്ട് എടുത്ത് കളയാവുന്നതാണ്. അപ്പം നിങ്ങളുടെ കൗണ്ടറിൽ പാത്രം നിരന്ന് കിടക്കത്തുമില്ല. മൂന്നാമത്തതാണ് മാജിക് കോർണർ. നിങ്ങളുടെ കോർണർ സ്പേസ് ഒക്കെ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാൻ ഇത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. വലിയ പാത്രങ്ങളൊക്കെ കുഞ്ഞ് കഷ്ടപ്പെടാതെ നിങ്ങൾക്ക് എടുക്കാനും പറ്റും. വളരെ സിമ്പിളായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ വീട്ടിലേക്ക് നിങ്ങൾക്ക് ആവശ്യമുള്ള ഓർഗനൈസേഴ്സ് ഒക്കെ കൊടുക്കാവുന്നതാണ്. അതിനോടൊപ്പം തന്നെ വീട് കൺസ്ട്രക്ട് ചെയ്യുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്.